നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്നും ഞാനൊരു പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പച്ചടി വെണ്ടക്ക പച്ചടി ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു പച്ചടിയാണ് നേന്ത്രപ്പഴത്തിൻ്റെ പച്ചടി. മധുരവും പുളിയും ചെറിയ രീതിയിൽ എരിവൊക്കെ ആയിട്ടുള്ള നല്ലൊരു പച്ചടിയാണിത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഈ പച്ചടിയെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ കാണണം, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് ഈ പച്ചടി തയ്യാറാക്കുന്നതെന്ന്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, 2 ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്, 1 കപ്പ് തൈര്, 3 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 6 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, വറ്റൽമുളക്, കടുക്. ആദ്യം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴത്തിൻ്റെ കാര്യം നോക്കാം. പഴം വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും കൂടെ പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചുവന്നുള്ളി അരിഞ്ഞതും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടുതലാവരുത്. പഴം മുങ്ങിയിരിക്കുന്ന അളവിൽ മാത്രമായിരിക്കണം വെള്ളം ഒഴിക്കേണ്ടത്. നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ പഴവും ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നേന്ത്രപ്പഴ പച്ചടിക്ക് പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കാൻ വേണ്ടി നോക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് അത്ര പഴുത്ത പഴമല്ല, അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പഴം വെന്ത് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങ അരച്ചതും പഴവും കൂടെ വറ്റിച്ചെടുക്കാം. തേങ്ങ അരച്ചത് പഴത്തിൻ്റെ കൂടെ നന്നായിട്ട് വറ്റിച്ച് കുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. തേങ്ങയുടെ ആ റോ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര്, 1 കപ്പ് തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. ആ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി കടുക് വറുത്തിടാം. കടുകിൻ്റെ കൂടെ ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് പൊട്ടിക്കാം. അങ്ങനെ കടുക് വറുത്തത് നമ്മുടെ തയ്യാറായ നേന്ത്രപ്പഴ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴ പച്ചടി റെഡി ആയിട്ടുണ്ട്. ചിലരൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കാണാം പച്ചടിയിൽ. പച്ചടിയുടെ കളർ മഞ്ഞ കളറായിരിക്കും. ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. എന്തായാലും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഓണസദ്യയിൽ ഈ ഒരു വിഭവം കൂടി ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. ഇനി ഓണം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്